സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ബസ്സാണ്. ഇതിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഈ വനിതകൾക്ക് ഫ്രീ കൊടുക്കുന്ന സീറോ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോവാം. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ബസ്സാണ്. ഇതിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് ആകെ 2 പുരുഷ വിദ്യാർത്ഥികളാണ്. 2 വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ ആരുമില്ല. പിന്നെ 1-2 യാത്രക്കാരുമാണ് ഈ ബസ്സിലുള്ളത്. ഈ ബസ് ഇപ്പോൾ ഇറങ്ങിപ്പോവാ. ഇതാണ് പത്തനംതിട്ടയിലെ ഒരു സ്ഥിതി. ഇത് മൊത്തത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത് ബാധിക്കും. ഒരാൾ പോലും ഇല്ല. ആകെ 2 കൊച്ചു പിള്ളേരായിരിക്കുന്നത്. എവിടെ പോനാ? വീട് എവിടെ? ഇവിടെ അങ്ങനെ പോകുന്ന കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ഇതാണ് കേരളത്തിലെ ഒരു പരിച്ഛേദം. ജീവനക്കാർക്ക് ശമ്പളമില്ല. ഇപ്പൊ ഇവരൊക്കെ 1000, 500, 1000, 1200 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരെ. ഇന്നലെയൊക്കെ 200, 300 രൂപ അവരുടെ ചെലവിലുള്ള പൈസ മാത്രമാണ് എടുത്തേക്കുന്നത്. ഒരു ബസ്സിന് ഒരു ദിവസത്തെ വരുമാനത്തിൽ ഏതാണ്ട് 4000 രൂപ, 5000 രൂപ വരെ കുറവാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് തുടക്കകാലത്ത് ഒരു 10,000 രൂപയുടെയൊക്കെ വ്യത്യാസം വരും. അത് ക്രമേണ കൊണ്ട് മാറും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്കാർ വളരെ പർപ്പസ്ഫുള്ളായി അവർക്ക് കിട്ടിയ ഒരു അവകാശം, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ആനുകൂല്യം, അപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തെക്കൻ കേരളത്തിൽ ഏതാണ്ട് 90-95% ബസ്സുകളും 1-ാം തീയതിയോടുകൂടി നിന്നു പോകുന്ന ഒരു സാഹചര്യം. അതിപ്പോൾ ഞങ്ങൾ സംഘടനകൾ ആഹ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. അപ്പോൾ ഇന്ന് വന്ന ഓപ്പറേറ്റർമാരെല്ലാം പറഞ്ഞത് അവരിന്ന് നാളെയൊക്കെ ആയിട്ട് ജീഫോം കൊടുക്കുകയാണ്. ജീഫോം കൊടുത്ത് വണ്ടി കയറ്റിയിടുക. അല്ല ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റ് ചെയ്യാൻ നിവർത്തിയില്ല. ഒരു ദിവസം 3000 രൂപ, 4000 രൂപ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്ത് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ പറയുന്നു ഇത് ബാധിക്കാത്ത റൂട്ടുകൾ ധാരാളമുണ്ട്. ഇത് എല്ലാ റൂട്ടുകളെയും ബാധിക്കുന്നു എന്നും ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഈ വനിതകൾക്ക് ഫ്രീ കൊടുക്കുന്ന സീറോ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോവാം. അപ്പോൾ ആ എമൗണ്ട് എത്രയാണോ അത് ഞങ്ങൾക്ക് സർക്കാർ റീഇംബേഴ്സ് ചെയ്യണം. അപ്പോൾ ഇന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ വനിതകളായ ഒരു 10-15% വരുന്ന വനിതകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യം കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം, യാത്ര ചെയ്യുന്ന മുഴുവൻ വനിതകൾക്കും കിട്ടുന്ന ഒരു സംവിധാനത്തിന് ഞങ്ങൾ അനുകൂലമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ബസ്സുകൾക്ക് ഒരു കിലോമീറ്ററിന് 55 രൂപ റേറ്റ് നിങ്ങൾ ഏറ്റെടുക്കുക, സർക്കാർ ഏറ്റെടുക്കുക. സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 55 രൂപ വെച്ച് ഒരു കിലോമീറ്ററിന് ഞങ്ങൾക്ക് തരുമ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസ്, ടയറ്, മറ്റു കാര്യങ്ങളെല്ലാം, ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. വണ്ടിയുടെ കാര്യങ്ങൾ മൊത്തം. കണ്ടക്ടറുടെ കാര്യത്തിൽ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്, കണ്ടക്ടർ ലൈസൻസ് ഉള്ളവരാണ്. അവരെ സർക്കാർ ഡെയിലി വേജസിലോ അവരേതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഏറ്റെടുത്ത് അവരുടെ സ്റ്റാഫ് ആക്കിക്കൊണ്ട് അവർ ടിക്കറ്റ് മെഷീൻ, ഇപ്പോൾ ഇവിടെ സാധാരണ ഇപ്പോൾ എല്ലാ വണ്ടികളിലും KSRTCയിൽ ടിക്കറ്റ് മെഷീൻ എന്ന് പറയുന്നത് എന്താ അതിൻ്റെ പേര്, ചലോ കാർഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ 200 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് 11,000 രൂപ മതി ഞങ്ങൾക്ക് തരേണ്ടത്. അത് 15,000 രൂപയോ 16,000 രൂപയോ ഓടിയാൽ ആ കളക്ഷൻ KSRTCയുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ട്രഷറിയിലേക്കോ അടയ്ക്കുന്ന ഒരു സംവിധാനം. ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഏതാണ്ട് 30,000 രൂപ കൊടുത്ത് കേരളത്തിൽ 3000 സർവീസ് നടത്തുന്ന KSRTCക്ക് ഞങ്ങൾക്ക് 11,000 രൂപ തന്നാൽ ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങളുടെ എല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട് KSRTCക്ക് ലാഭകരമായി സർവീസ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വണ്ടിയിലും സീറോ ടിക്കറ്റിംഗ് സംവിധാനം കൊണ്ടുവരാം. അതിൻ്റെ കണക്ക് വെച്ചിട്ട് സർക്കാർ അത് റീഇംബേഴ്സ് ചെയ്യാം. ഈ 2 ഓപ്ഷനാണ് ഞങ്ങൾ വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന, ഞാൻ പറഞ്ഞത് കേരളത്തിൽ മൊത്തം വരുന്ന വനിതകളിൽ 15% വനിതകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. വടക്കോട്ട് ബസ്സുകളില്ല. അല്ലെങ്കിൽ ഇത് ആവശ്യക്കാരായ, കാരണം ഇതിൻ്റെ ഫ്രീ കൊടുക്കുന്നത് BPL കാർഡോ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ്, പിങ്ക്, ബ്ലൂ, അങ്ങനെ ഒത്തിരി കാർഡുകളുണ്ടല്ലോ. ആ കാർഡിൽ ഒരു ക്രൈറ്റീരിയ വെച്ച് കാർഡ് ഇഷ്യൂ ചെയ്ത് അനാവശ്യമായി യാത്ര ചെയ്യുന്നവർക്ക്, ഇപ്പം ഞാൻ ചോദിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരായ, എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായ വലിയ ശമ്പളം വാങ്ങിക്കുന്നവരാണ് സ്ഥിരം യാത്രക്കാർ. അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യവും ഒരു ആനുകൂല്യവും ആവശ്യമുണ്ടോ എന്ന് ഗവൺമെൻറ് ഒന്ന് പുനർവിചിന്തനം നടത്തണം. പാവപ്പെട്ടവരായ രോഗികൾ, അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുന്നതിന്, അവർക്ക് ഫ്രീ ആയിട്ട്, അപ്പം ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള രോഗികൾക്ക് ഫ്രീ കൊടുക്കുന്നു, അതിനുള്ള സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളിൽ നിന്ന് വാങ്ങിച്ചാൽ അവർക്ക് ഫ്രീ കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങളും അതിന് തയ്യാറാണ്. ഇപ്പം ഞങ്ങൾക്ക് 50% ടാക്സ് കുറച്ച് തന്നു. അങ്ങനെയുള്ള ഗവൺമെൻറ് പറയുന്ന ചില ആനുകൂല്യങ്ങൾ ഞങ്ങളും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഒരു ടാക്സ് 50% കുറച്ചു എന്ന് പറയുമ്പോൾ ഒരു ബസ്സിനെ സംബന്ധിച്ച് 130 രൂപ മുതൽ 150 രൂപ വരെ ഒരു ദിവസം ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഞങ്ങൾ തർക്കിക്കുന്നില്ല, അതിൽ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. പക്ഷേ 3000 രൂപ 4000 രൂപ ഒരു ബസ്സിൻ്റെ കളക്ഷനിൽ കുറവ് വരുമ്പോൾ ഈ 150 രൂപ കിട്ടിയാൽ എങ്ങനെ സർവീസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷം ഡീസൽ വില ഏതാണ്ട് 10 രൂപയോളം വർദ്ധിപ്പിച്ചു. ഒരു 80-100 ലിറ്റർ ഡീസൽ കുറയാതെ ഓടുന്ന ബസ്സുകളാണ് കംപ്ലീറ്റ് കേരളത്തിൽ. അപ്പം 800 രൂപ തൊട്ട് 1000 രൂപ വരെ ഡീസലിൽ മാത്രം വർധനവ് ഒരു ബസ്സിന് വന്നിട്ടുണ്ട്. ഇതൂടെ വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും സർവീസ് നടത്തി മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് തൊട്ട് തന്നെ
തെക്കൻ കേരളത്തിലെ RTO ഓഫീസുകളിൽ G-Form കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ. G-Form കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 30-ാം തീയതി വരെയുള്ള ടാക്സ് ഞങ്ങൾ അടച്ചിട്ടേക്കുന്നതാണ്. 1-ാം തീയതി തൊട്ട് കേരളത്തിലെ 90% ബസ്സുകളും റോഡ് നിരത്തൊഴിയുന്ന ഒരു കാഴ്ചയായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ ഉൾപ്രദേശങ്ങളിൽ നിന്നും പ്രൈവറ്റ് ബസ്സുകളെ മാത്രം ആശ്രയിച്ച് ടൗണുകളിലേക്ക് വരികയും തിരിച്ചവരുടെ പ്രദേശത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ടവരായ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ടാകും. കാരണം 80% യാത്രക്കാരെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും ഞങ്ങളാണ്, സ്വകാര്യ ബസ്സുകളാണ്. അപ്പോൾ അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അത്രയും ഗുരുതരമായ ഒരു ഭവിഷ്യത്ത് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണും. അല്ല, അത് അവർ പറയുന്ന കൺസെഷൻ ഞങ്ങൾ കൊടുക്കാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു 10 രൂപ ദൂരത്തിലാണ് ഒരു കുട്ടി യാത്ര ചെയ്യുന്നതെങ്കിൽ ആ 10 രൂപ ടിക്കറ്റ് തന്നെ സീറോ ടിക്കറ്റിംഗ് സംവിധാനത്തിലും ചെയ്യാമല്ലോ. ഇപ്പോൾ KSRTC അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾ അതിന് തയ്യാറാണ്. അതിനൊന്നും ഒരു മാറ്റം വരുന്നുണ്ട്. ടാക്സ് ഞങ്ങൾ അടച്ചോളാം. ഇപ്പോൾ KSRTCക്ക് ടാക്സ് ഇല്ല, പക്ഷെ ഞങ്ങൾ സ്വകാര്യ ബസ്സുകൾ അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ടാക്സ് ഞങ്ങൾ അടച്ചോളാം, ഡീസൽ ഞങ്ങൾ അടിച്ചോളാം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തിൽ ഒരു കോട്ടവും വരാതെ സർക്കാരിന് വലിയ ഒരു നേട്ടത്തിലേക്ക് എത്താൻ അതിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ജീവനക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെയൊക്കെ പല ബസ്സുകളിലെയും ജീവനക്കാർ ശമ്പളം എടുക്കാതെ, ജീവനക്കാരെ സംബന്ധിച്ച് ഇതിനകത്ത് പല രോഗാവസ്ഥയിലുള്ളവരുണ്ട്, മുമ്പോട്ട് മറ്റൊരു ജോലി അറിയാത്തവരുണ്ട്. ഇപ്പോൾ കണ്ടക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാളെ ഒരു ഓട്ടോറിക്ഷ എടുത്തു കൊടുത്താൽ അവരെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര പ്രതിസന്ധിയുള്ള പാവങ്ങളായ ജീവനക്കാർ, അവരുടെ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങളെല്ലാം വഴിയാധാരമാവുക. രോഗികളായിട്ടുള്ള രക്ഷകർത്താക്കളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വലിയൊരു പ്രതിസന്ധിയിൽ, ഗവൺമെൻറ് ഒരു സ്ഥലത്ത് ഒരു ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ മറുസ്ഥലത്ത് വലിയൊരു ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഗവൺമെൻറ്റിനുണ്ടാകും. ഈ ഗവൺമെൻറ്റിന് അതിനൊരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.